നമ്മളിപ്പോ അഡീഷണല്ലേ പറഞ്ഞിരിക്കുന്നത് ഫ്രാക്ഷന്റെ കംപ്ലീറ്റ് ചെയ്തില്ലേ? അതിലൊരു എക്സാമ്പിൾ പറയാനുണ്ട്. പേജ് നമ്പർ 27 ഒന്നെടുത്തേ. പേജ് നമ്പർ 27. അതിനകത്ത് എക്സാമ്പിൾ 8 കണ്ടോ? രണ്ട് മിക്സഡ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് കണ്ടില്ലേ? മിക്സഡ് ഫ്രാക്ഷൻസ് വരുമ്പോ എങ്ങനെയാ ചെയ്യാം? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 1/2 പ്ലസ് 2 1/3. 1 1/2 പ്ലസ് 2 1/3 അല്ലേ? 2 1/3. രണ്ട് മിക്സഡ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് we have to convert these mixed fractions into improper fraction. Mixed fraction improper fraction ലേക്ക് മാറ്റാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? whole number into denominator plus numerator. Okay, അപ്പോൾ 1 1/2 എന്നുള്ളതിനെ improper fraction ലേക്ക് മാറ്റിയാൽ 1 into 2 plus 1, that is 3/2. പ്ലസ് അപ്പൊ 1 1/2 എന്നുള്ള ഫ്രാക്ഷനെ നമ്മൾ 3/2 ലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് 2 1/3. 2 1/3 നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 2 into 3 6 plus 1 7 by numerator 3, that is 7/3. ഇതിപ്പോ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോമിലുള്ള ഫ്രാക്ഷൻ ആയി. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിന്റെ LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുക. ഏതിന്റെ LCM? ഡിനോമിനേറ്റേഴ്സിന്റെ LCM. 2ന്റെയും 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ലാത്തതുകൊണ്ട് LCM എങ്ങനെ കണ്ടുപിടിക്കാം? അത് രണ്ടും കൂടി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ LCM ഓഫ് 2 and 3 ഈസ് 2 into 3 6. ഇനി ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 6 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. അതായത് ഡിനോമിനേറ്ററിന്റെ LCM കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. എന്നിട്ട് ഈ 2നെ നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 2നെ ഈ കോമൺ ഡിനോമിനേറ്റർ ആയ 6ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതിന്റെ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 3 പ്ലസ് ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ 7/3. 7/3ന്റെ ഡിനോമിനേറ്റർ 3നെ നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യാൻ we have to multiply by 2. 3 into 2 ആണ് 6. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7 into 2. ഇനി എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. 3 into 3 9 പ്ലസ് 7 into 2 14 by common denominator 6. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ 14 plus 9 23/6. 23/6 എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് we have to convert this answer into mixed fraction. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ 23നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 23നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 23നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 3 എന്ന് കിട്ടും. 3 into 6 18 മൈനസ് ചെയ്താല് 5.
അപ്പൊ കിട്ടുന്ന ആൻസറിനെ ഹോൾ നമ്പർ ആയിട്ടും അതിന്റെ സോറി കിട്ടുന്ന ആൻസറിനെ ഹോൾ നമ്പർ ആയിട്ട് ദാറ്റ് ഈസ് 3. നമുക്ക് റിമൈനിങ് കിട്ടുന്നതിനെ ന്യൂമറേറ്റർ ആയിട്ടും നമ്മൾ ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതിയാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 23/6 is equal to 3 5/6. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നോക്കിയാൽ മതി. 3 into 6 18, 18 into 5 18 plus 5 23, 23/6. മനസ്സിലായല്ലോ? രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ രണ്ട് ഫ്രാക്ഷൻസിനെയും ആഡ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് the final answer should be converted into mixed fraction because we have the question in mixed fraction, right? ഇപ്പൊ എന്ത് ചെയ്യണം? ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഫ്രാക്ഷനെ അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. that answer should be converted into mixed fraction. ഒരു ക്വസ്റ്റ്യൻ തന്നാ ചെയ്യൂ അല്ലെങ്കിൽ വേണ്ട? അതേ സെയിം പേജിൽ തന്നെ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ സം 1 2/3 plus 3 1/8 plus 2 3/8. കണ്ടോ? ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബോക്സ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്ക്. ഫൈൻഡ് ദ സം 1 2/3. കണ്ടില്ലേ? പേജ് നമ്പർ 27 എക്സാമ്പിൾ 8 നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടോ? അതിന് തൊട്ടടുത്ത് തന്നെ ചെക്ക് പോയിന്റ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. കണ്ടില്ലേ? അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം 1 2/3 plus 3 1/8 plus 2 3/8. മൂന്നെണ്ണം കാണുമ്പോ പേടിക്കൊന്നും വേണ്ട. മൂന്ന് ഫ്രാക്ഷനെയും കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? മൂന്ന് ഡിനോമിനേറ്റേഴ്സിന്റെ LCM എടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. 18/24. എത്രയാ? 218/24. 218/24. ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഫെയ്ത്തിന് കിട്ടുന്നില്ല. ആൻമേരി സ്റ്റക്ക് ആണ്. ഫെയ്ത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? 1 2/3 നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും മിക്സഡ് ഫ്രാക്ഷനിലേക്ക്? 1 into 3 3 plus 2 5. So 5/3 plus next 3 1/8. 3 into 8 24. 24 plus 1 25. 25/8. 25/8. Next 2 3/8. 2 into 8 16. 16 plus 3 19. So 19/8. 19/8 അല്ലേ? മൂന്ന് ഡിനോമിനേറ്റേഴ്സും എടുത്താല് 3 8 8. 3ഉം 8ഉം മാത്രമേ വരുന്നുള്ളൂ. 3ന്റെയും 8ന്റെയും നമ്മൾ LCM കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ല.
3നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ അതിന്റെ LCM എടുക്കും? രണ്ടും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So the LCM of the denominators is 24. 24 ആണ് LCM. അത് കോമൺ ആയിട്ട് എഴുതി. ഓക്കെ, 24 LCM കോമൺ ആയിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യണം. ന്യൂമറേറ്റേഴ്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 3നെ ഫസ്റ്റ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 3നെ നമ്മൾ 24ലേക്ക് കൺവേർട്ട് ചെയ്യാൻ we have to multiply by 8. അല്ലേ? 3നെ 24 ആക്കണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 8. 5 8 plus next fraction 25 by 8. 8നെ 24 ആക്കാൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? Into 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 25 into 3. നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാ സ്റ്റെപ്സും എഴുതി ചെയ്യുമ്പോ ആൻസർ തെറ്റിപ്പോവില്ല. 25 into 3. Next, last fraction 19 by 8. 8നെ നമ്മൾ 24 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ 19നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 19 into 3. 9 into 3 27. 27 is 7. Remaining 2. 1 into 3 3 plus 2 5. For 19 into 3. ഇനി ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 5 into 8 40. 5 into 8 40 plus 25 into 3 75 plus 19 into 3 57 by 24. 24 കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഒറ്റ ബൈ ഇട്ടിട്ട് ഒരു 24 എഴുതിയാൽ മതി. കാരണം നമ്മളെല്ലാം ന്യൂമറേറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യാൻ പോവല്ലേ. അപ്പൊ ഒറ്റ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് 24 എഴുതിയാൽ മതി. ഇനി ഈ ന്യൂമറേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 7 plus 5 12 in 2 remaining 1. 5 plus 7 5 plus 7 12. 12 plus 4 16. 16 plus 1 17. 172 divided by 24. ഇനി 172 divided by 24 നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. 172നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് കിട്ടുന്ന ഹോൾ നമ്പർ 7 ആണ്. കിട്ടുന്ന ഹോൾ നമ്പർ 7. 7നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 168 കിട്ടും. അപ്പൊ 168 കിട്ടിയാല് 172 ന്ന് 168 മൈനസ് ചെയ്താൽ റിമൈനിങ് 4 by 24. This is the final answer. ഷോണിന് മനസ്സിലായോ എവിടെ തെറ്റിയെന്ന്? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് ഇല്ലേ, ഈ ഒരു സ്റ്റെപ്പ് വിട്ടു പോവാതെ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ആദ്യം മിക്സഡ് ഫ്രാക്ഷൻസിനൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആഡ് ചെയ്യുന്നത് മാത്രമല്ലേ, അത് തെറ്റിപ്പോവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാ? ലാസ്റ്റ് കൺവേർഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുന്ന കൺവേർഷൻ ആണ് പിന്നീട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ? അഡീഷൻ
ഇതിന്റെ ഹോംവർക്ക് ഇതെല്ലാം ചെയ്തതാണോ നിങ്ങള്? എക്സസൈസ് 2A ഫിഫ്ത്ത് വൺ 3 അല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ആദ്യത്തെ 3 അല്ലേ ചെയ്യാൻ പറഞ്ഞേ? യെസ്. ഇന്ന് 4-മത്തെ 5-മത്തെ 6-മത്തെയും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്തു. പേജ് നമ്പർ 30 എക്സസൈസ് 2A ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻസ്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് താഴെയുള്ള 4th 5th 6th അത് 3 ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സോറി, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3 plus 4 1/5. അതെങ്ങനെ ചെയ്യാം? 3 plus 4 1/5. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും എങ്ങനെ ആഡ് ചെയ്യും? അത് മാത്രം മിസ് പറഞ്ഞുതരാം. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാന്ന് ഒന്ന് ശ്രദ്ധിച്ചോ. ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞുതരാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3 plus 4 1/5. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഹോൾ നമ്പേഴ്സും ഏതൊരു നമ്പറും, ഹോൾ നമ്പേഴ്സ് മാത്രമല്ല, ഹോൾ നമ്പേഴ്സ് ആവട്ടെ, ഇന്റിജേഴ്സ് ആവട്ടെ, ഫ്രാക്ഷൻസ് ആവട്ടെ, ഏത് നമ്പേഴ്സ് എടുത്താലും അതിനെ നമുക്ക് ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. 3/1 അല്ലെങ്കിൽ 5/1, 10/1. That means ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് that number itself എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ ഫ്രാക്ഷന്റെ ഫോമിൽ നമ്മൾ by 1 എഴുതുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ആ നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതേ നമ്പർ തന്നെയല്ലേ കിട്ടുക? ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ കിട്ടുക അല്ലെ? അപ്പോ ഏതൊരു നമ്പർ എടുത്താലും, ഇന്റിജേഴ്സ് ആവട്ടെ, ഫ്രാക്ഷൻസ് ആവട്ടെ, ഹോൾ നമ്പേഴ്സ് ആവട്ടെ, ഡെസിമൽസ് ആവട്ടെ, ഏത് നമ്പേഴ്സ് എടുത്താലും അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷന്റെ ഫോമില് by 1 വെച്ചിട്ട് എഴുതാം. അതായത് a എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിൽ a/1 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, a/1 എന്നുള്ള ഫോമിൽ നമുക്ക് ഏതൊരു നമ്പറിനെയും എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ 3 plus 4 1/5 എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനില് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/1. ഏത് നമ്പറിനെയും നമുക്ക് by 1 എന്നുള്ള ഫോമില് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പൊ 3നെ നമ്മൾ 3/1 എഴുതി. നെക്സ്റ്റ് 4 1/5, അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം. 4 1/5, 4 into 5 20, 20 plus 1 21, 21/5. ഇനി എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്നത് പോലെ LCM എടുക്കുക. 1ന്റെയും 5ന്റെയും LCM 5 തന്നെ. ഇനി 1നെ നമ്മൾ 5ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 into 5 ചെയ്യുന്നു. അപ്പോ 3 into 5 15 പ്ലസ് 5നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 21 into 1 ആണ്. അപ്പൊ 21 തന്നെ എഴുതിയാൽ മതി. 15 plus 21 36/5. 36നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 36 divided by 5 7 7 into 5
35 1. അപ്പൊ എത്രയായി നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7 1/5. 7 1/5. അതായത് 3 plus 4 1/5. ചെയ്യുന്ന സമയത്ത് നമുക്ക് 3നെ നമുക്ക് 3/1 എഴുതാം. പിന്നെ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, LCM എടുക്കുന്നു, നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. കിട്ടുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് ദ ആൻസർ 7 1/5. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തെന്നില്ലേ? ഇത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസേ ഹോംവർക്ക് ഉള്ളൂ കേട്ടോ. 5ാമത്തേതില് 4ാമത്തെ 6ാമത്തെ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. പിന്നെ ഈ അഡിഷൻ ഓഫ് ഫ്രാക്ഷൻസിന് 2 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ആ 2 പ്രോപ്പർട്ടീസ് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അതും കൂടി പറഞ്ഞാൽ അഡിഷൻ കഴിഞ്ഞു. ഫസ്റ്റ് വൺ അസോസിയേറ്റീവ് ലോ, സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ ഇന്റിജേഴ്സിൽ പഠിച്ച സെയിം പ്രോപ്പർട്ടി തന്നെ. പേജ് നമ്പർ 27, ലാസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് പ്രോപ്പർട്ടി, addition of fractions is associative if a by b, c by d and e by f are 3 fractions. Then associative law എന്ന് പറഞ്ഞാൽ associative property means 3 നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. അതേ ലോ ഇന്റിജേഴ്സിലും അപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സെക്കൻഡ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഇന്റിജേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതേപോലെ തന്നെയാണ് ഫ്രാക്ഷൻസിന്റെ കേസിലും വരുന്നത്. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് മീൻസ് ഇഫ് a by b and c by d are 2 any fractions, then a by b plus c by d is equal to c by d plus a by b. അതായത് 2 ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ആ 2 പ്രോപ്പർട്ടീസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. എങ്ങനെ നമ്മൾ എങ്ങനെയാണോ അഡിഷൻ ചെയ്തത് അതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ വരുന്നത്. ഫസ്റ്റ് LCM കണ്ടുപിടിക്കും, എന്നിട്ട് കോമൺ ഡിനോമിനേറ്റേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യും, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ന്യൂമറേറ്റേഴ്സിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. കിട്ടുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഹോംവർക്ക് ആ 2 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.